ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വികസനം മുൻനിർത്തിയാണ് വോട്ട് പിടിക്കാനായിട്ട് മോദി സർക്കാർ മാതൃകയിൽ വോട്ട് പിടിക്കാനായിട്ട് LDF, CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ വികസന വിരോധികളും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ചീത്ത വിളിച്ച് നടന്നുകൊണ്ടിരുന്നവരുമാണ് ഈ CPM എന്ന് പറയുന്നത്, LDF എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ എന്ത് സമീപനമായിരുന്നു അവർ സ്വീകരിച്ചത് എന്നുള്ളതാണ്. കടൽ കൊള്ള എന്നാണ് ഒരു കാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. 5000 കോടി വിലമതിക്കുന്ന, അതായത് ഉമ്മൻചാണ്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൈകോർത്ത തീവട്ടി കൊള്ള, അതിന് പിന്നിലുള്ള ലക്ഷ്യം 5000 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ വലിയ വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്. അന്ന് ഇവർ കൊച്ചി മെട്രോയെ പോലും കളിയാക്കിയിട്ടുണ്ടായിരുന്നു, അത് പരാജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് വികസനത്തിന് വേണ്ടി വാദിക്കുന്ന വലിയ വികസന വക്താക്കളാണ് മോദി സർക്കാരിനെ പോലെ. ഈ ഒരു തട്ടിപ്പ് യഥാർത്ഥത്തിൽ ജനം മനസ്സിലാക്കണ്ടേ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ? കേരളത്തിലെ വ്യവസായങ്ങളെല്ലാം നശിപ്പിച്ചത് CPM ആണ്. അത് പ്രത്യേകിച്ച് അതിന്റെ വിശദാംശങ്ങൾ പറയണമെങ്കിൽ ഒരാഴ്ച നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ഓരോ വ്യവസായത്തിൻ്റെയും പേരെടുത്ത് നമുക്കത് ചൂണ്ടിക്കാണിക്കാം. ഇപ്പം ഗൗതം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകണ്ട. ഇന്ന് കേരളത്തിലെ അഭിമാനമായിട്ടുള്ള ഒരേ ഒരു പദ്ധതി മാത്രം, വികസന പദ്ധതിയുള്ളൂ. അത് വിഴിഞ്ഞം പോർട്ടാണ്. ആ വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ ഉദ്ഘാടന വർഷം തന്നെ, കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 1.5 മില്യണോളം കണ്ടെയ്നറുകൾ, 1.5 മില്യൺ TEU. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ കണക്ക് നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. എങ്കിലും അതിൻ്റെ ആദ്യ വർഷത്തിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. ആ വിഴിഞ്ഞം പദ്ധതി, ശരിക്കു പറഞ്ഞാൽ ആ വിഴിഞ്ഞം പദ്ധതി ആദ്യം വിഭാവനം ചെയ്തത് K. കരുണാകരൻ്റെ കാലത്താണ്. അന്നാണ് ഇങ്ങനൊരു നിർദ്ദേശം വരുന്നത്. അന്ന് 92 എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ട് ഞാൻ വർഷം എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് അത് യാഥാർത്ഥ്യമാക്കുന്ന MOU ഒക്കെ സൈൻ ചെയ്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം കൊച്ചി മെട്രോയുമായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ. ഉമ്മൻചാണ്ടിയുടെ ആദ്യ സർക്കാർ ഇരുന്ന കാലഘട്ടത്തിലാണ് വിഴിഞ്ഞത്തിന്റെ തുടക്കം വരുന്നത്. രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന് മുമ്പ് തന്നെ ഇതിന്റെ തുടക്കം ഇട്ടിരുന്നു. ഉമ്മൻചാണ്ടി കുറെ മാസം AK ആന്റണിക്ക് ശേഷം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം അന്ന് ഈ പദ്ധതിക്ക് അനുകൂലമായ നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഗൗതം പറയുന്നത് പോലെ CPM അന്ന് ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്നുള്ള ഒരു വ്യാജ പ്രചരണം അഴിച്ചു വിട്ടിരുന്നു. കാരണം ഇവിടെ എല്ലാം തന്നെ ഇത് ഇങ്ങനൊന്നും വരാൻ പോകുന്നില്ല, അവിടെ അദാനിക്ക് വെറും ഭൂമി കൈമാറുകയാണ്, റിയൽ എസ്റ്റേറ്റ് കൊടുക്കുകയാണ്, നാളെ ആ ഭൂമി അത് മറിച്ച് വെക്കും, അവിടെ ടൗൺഷിപ്പ് പണിയും, അങ്ങനെയൊക്കെയാണ് അന്ന് പ്രചരണം നടത്തിയത്. പക്ഷെ പിന്നീട് CPM അധികാരത്തിൽ വന്നപ്പോൾ CPM ആ കുപ്രചരണങ്ങളെല്ലാം CPM അങ്ങ് വിഴുങ്ങിയിട്ട് അദാനിയുമായിട്ട് കൈകോർത്തു. അദാനിയുടെ മകൻ കിരൺ അദാനി പലപ്പോഴും സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നു, സ്വകാര്യ സന്ദർശനം പിണറായി നടത്തുന്നു. ഒരുമിച്ച് പിണറായിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദാനി കുടുംബം 10 കോടി രൂപ ദാനം ചെയ്യുന്നു. അങ്ങനെ പല ഫോട്ടോകളും പിന്നീട് നമ്മൾ കണ്ടു. അദാനി വാ തുറന്നാൽ പിണറായി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന പല ഫോട്ടോകളും നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് കാണാം. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, എന്തായാലും പിണറായി ആ പദ്ധതി നടപ്പാക്കി എന്നുള്ളതിൽ ഞാൻ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പക്ഷെ കോൺഗ്രസ് പദ്ധതി നടപ്പാക്കാൻ വന്നപ്പോൾ ഈ അതിനെ അട്ടിമറിക്കാൻ ഏറ്റവും മുമ്പിൽ നിന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും ഞാൻ കണക്കിലെടുക്കുകയാണ്. ഈ CPM ഇതിനകത്തിൽ സത്യം പറഞ്ഞാൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് ഫേസിൽ ഏതാണ്ട് 3000 കോടി രൂപയിൽ 3400 ആണെന്ന് തോന്നുന്നു കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഉണ്ട്. 5000-ലധികം കോടി രൂപ അദാനി ഗ്രൂപ്പിന്റെയാണ്. പിന്നീട് പക്ഷേ ഇപ്പോൾ 2ാം ഘട്ടം പണി നടക്കുകയാണ്. ഇതെല്ലാം തന്നെ അവരുടെ പൈസയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ
ഈ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 5 മില്യൺ TEU എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ 20 ഫുട്ട് ഈക്വലന്റ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. അതായത് 20 അടി നീളമുള്ള വീതി എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പിന്നെ അറിഞ്ഞുകൂടാ. എങ്കിലും അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്, 20 ഫുട്ട് ഈക്വലന്റ് യൂണിറ്റ് എന്നാണ് ഒരു കണ്ടെയ്നറിന് പറയുന്നത്. അപ്പോൾ അത്തരം പിന്നെ 5 മില്യൺ യൂണിറ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പിന്നെ ഒരു പോർട്ടായിട്ട് ഇത് മാറുകയാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിലെ കൊച്ചി പോർട്ടിന്റെ അതുപോലെ കണ്ടെയ്നർ ടെർമിനലിന്റെ ഒക്കെ അവസ്ഥ. കൊച്ചി ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടുത്ത് പോലും എത്തിയില്ല. ഒരു വർഷമൊക്കെ കൊച്ചിയിൽ കൈകാര്യം ചെയ്യുന്നത് വെറും 1 ലക്ഷം കണ്ടെയ്നറുകളോ 2 ലക്ഷം കണ്ടെയ്നറുകളോ ഒക്കെയാണ്. അത്ര ദയനീയമാണ് കൊച്ചിയുടെയൊക്കെ സ്ഥിതി. അതിന്റെ ഒരു 10 ഇരട്ടി ഒക്കെ ഇവിടെ ഇപ്പൊ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. നമ്മൾ ആലോചിക്കുമ്പോൾ പിന്നെ ഈ കൊച്ചിയൊക്കെ നശിപ്പിച്ചത് CPM-നും വലിയ പങ്കാണ്. അതായത് അവിടെ പിന്നെ കടുത്ത ട്രേഡ് യൂണിയൻ പ്രശ്നം വന്നു. എക്സ്പോർട്ടേഴ്സ് ആരും കൊച്ചി വഴി പിന്നെ കൊച്ചി പോർട്ട് ഉപയോഗിക്കാതായി. അതിന് പകരം അവർ തൂത്തുക്കുടിയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. കൊല്ലത്തെ കശുവണ്ടി മുതലാളിമാരെല്ലാം തന്നെ പണ്ട് കൊച്ചി വഴിയായിരുന്നു ചരക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. പിന്നീട് കശുവണ്ടി മുതലാളിമാരെല്ലാം തന്നെ തൂത്തുക്കുടിയിലേക്ക് അവരുടെ ബിസിനസ് മാറ്റി. കേരളത്തിലുള്ള മിക്ക ബിസിനസ്സുകാരും കൊച്ചിയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. കൊച്ചി പോർട്ടിനെ കുറിച്ച്, കൊച്ചി തുറമുഖത്തെ കുറിച്ച് ഇന്ന് എന്താണ് ആരെങ്കിലും പറയുന്നുണ്ട്? എവിടെയെങ്കിലും വാർത്തകളിൽ കൊച്ചി നിറഞ്ഞു നിൽക്കുന്നുണ്ട്? അവര് തിരുവനന്തപുരം തുറമുഖം താർക്കാൻ അവർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് 2 ലോബി എന്നൊക്കെ പറഞ്ഞ് ഈ കേരളത്തിൽ കൊച്ചിയും തിരുവനന്തപുരം തമ്മിൽ മത്സരം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഒരു സമയത്തെത്തി. അത്തരം ദയനീയമായ ചിത്രങ്ങളായിരുന്നു ഒരു സമയത്ത്. ശരിക്കും കൊച്ചി തുറമുഖം ആനുവൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതും പിന്നെ വിഴിഞ്ഞം കൈകാര്യം ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു അന്തരം നോക്കിയാൽ അവിടെ തന്നെ CPM-ന് മനസ്സിലാവും CPM സ്വീകരിച്ച അടിസ്ഥാന സമീപനങ്ങളാണ് ട്രേഡ് യൂണിയനുകളിലൂടെ കൊച്ചിയെ തകർക്കാൻ ഒരു പ്രധാന കാരണം. അപ്പോൾ കേരളത്തിലെ വ്യവസായങ്ങളുടെ കാര്യത്തിൽ ഇതേ സമീപനം പലയിടത്തും സ്വീകരിച്ച് കേരളത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് CPI നേതാവായ C ദിവാകരൻ, മുൻ മന്ത്രിയും പിന്നെ MLA-യും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഒരു ചുണ്ണാമ്പും ഇല്ല, മണ്ണും ചുണ്ണാമ്പും ഇല്ല എന്നുള്ള പ്രയോഗം അദ്ദേഹം നടത്തി. കേരളത്തിൽ മാനുഫാക്ചറിങ് ബേസ് ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കുകയും ഈ ആപ്പിൾ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി, അവര് തമിഴ്നാടിന്റെ വടക്കൻ ഭാഗത്ത് അവരുടെ ബേസ് അവിടെ കർണാടകത്തില്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ശ്രീപെരുമ്പത്തൂർ എന്ന മദ്രാസിന് സമീപത്തുള്ള ആ ഒരു ചെറുനഗരം നോക്കുക. അവിടെയാണ് 6ഓളം കാർ ഫാക്ടറികൾ, മാരുതി, ഹണ്ടേ, പിന്നെ ടാറ്റ, എല്ലാവരും ഉണ്ട്. തമിഴ്നാടൊക്കെ നോക്കി ഇപ്പൊ ഈ വിഴിഞ്ഞത്തിന്റെ പ്രയോജനം ആർക്കാണ് കിട്ടുന്നത്? കാരണം വിഴിഞ്ഞം ഈ തുറമുഖം എന്നുള്ളതിൽ വലിയ വളർച്ച നേടി. അത് പിന്നെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അനുബന്ധ വ്യവസായങ്ങൾ വരാനായിട്ടൊരു സ്പെഷ്യൽ എക്കണോമിക് സോണില്ല. ലോകത്തിലെ എല്ലാ പ്രമുഖ തുറമുഖങ്ങളോടും ചേർന്ന് സ്പെഷ്യൽ എക്കണോമിക് സോണുണ്ട്. ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം മദർ പോർട്ടാണ്. അവിടെ മദർ ഷിപ്പുകൾ വന്നിട്ട് അവിടുന്ന് കണ്ടെയ്നറുകൾ താഴെ ഇറക്കി അത് ചെറിയ കപ്പലുകളിലാക്കി മറ്റു പോർട്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു മദർ പോർട്ടാണ്. ആ മദർ പോർട്ടിന് അടുത്ത് ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വേണം. അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ ഇമ്പോർട്ട് മാത്രമാണ് നടക്കുന്നത്. ഇവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഉൽപ്പാദനം നടക്കണം. മദർ പോർട്ടിന് അടുത്ത് വ്യവസായ കേന്ദ്രം വേണം. അതില്ല. നിങ്ങൾ വേറെ ഏത് പോർട്ട് നോക്കുക, സിംഗപ്പൂര് പോർട്ടിനോടനുബന്ധിച്ച് വലിയ വ്യവസായ മേഖലയാണ്. ദുബൈയിൽ നിങ്ങൾ നോക്കുക, ജബൽ അലി പോർട്ടിനോട് അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഒരു 700 ചതുരശ്ര കിലോമീറ്ററെങ്കിലും വലിയ സോണാണ്. നിങ്ങൾ പിന്നെ ഒമാനിലെ ദുക്കും നോക്ക്, ഒമാനിലെ സൊഹാറ നോക്ക്, അവിടെ എല്ലാം തന്നെ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളാണ്. ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ പോർട്ടിനോടനുബന്ധിച്ച് ഒരു വലിയ വ്യവസായ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, അവിടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം. ഇപ്പോൾ കേരളത്തിൽ ഒരു 500 കോടി രൂപയുടെ നിക്ഷേപം വന്നാൽ ഏതാണ്ട് പിന്നെ തുണിയും പൊക്കി ചാടും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ. ഈ പിന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വരുന്നത് 1 ലക്ഷം 2 ലക്ഷം കോടിയുടെ ഒക്കെ നിക്ഷേപമാണ്. അതുമായിട്ട് കേരളത്തിന് അതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. എത്ര ദയനീയമായ സ്ഥിതിയാണ്. കേരളം നിലനിൽക്കുന്ന റെമിറ്റൻസ് എക്കോണമിയിലാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഈ ഇപ്പോൾ നടക്കുന്ന ഇറാൻ യുദ്ധം ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ അതിൻ്റെ ഭീകരമായ പ്രത്യാഘാതം മലയാളി അനുഭവിക്കും.
എന്തെന്നാൽ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് മലയാളികൾക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടു. ദുബൈ എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ഗൾഫിൽ മലയാളികളുള്ള ഒരു കേന്ദ്രമാണ്. അവിടെ 10 ലക്ഷം, UAE മൊത്തം ഒരു 1.3 മില്യണോളം മലയാളികളുണ്ട്. ആ മലയാളികളിൽ ഒരു 5-6 ലക്ഷം പേര് തിരിച്ചു വരേണ്ടവർ. അവിടെ പിന്നെ പല കച്ചവട സ്ഥാപനങ്ങളും ഇപ്പൊ തന്നെ പൂട്ടിക്കിടക്കുകയാണ്. ഇപ്പൊ എന്താ ആൾക്കാർ തിരിച്ചു വരാത്തത്? ഇപ്പം വിമാന ഫ്ലൈറ്റ് സർവീസ് എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുക. പലർക്കും ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, അവിടുന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഞാൻ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നത് അവിടുത്തെ ടെർമിനൽ 3 ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം എന്ത് വലിയ എയർപോർട്ടാണ് അവിടെ. നമ്മൾ സാധാരണ പിന്നെ എയറോ ബ്രിഡ്ജിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിലൊന്നും അങ്ങനെ സർവീസ് ഒന്നുമില്ല. അവിടെ മർഹബ സർവീസ്, നിങ്ങൾ വലിയ പണക്കാരനാണെങ്കിൽ നിങ്ങൾ പിന്നെ എയറോ ബ്രിഡ്ജിൽ നിന്നും അവിടുത്തെ ടെർമിനലിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ മർഹബ സർവീസ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. ആ സർവീസിലെ ആൾക്കാർ നിങ്ങളെ വന്ന് സ്വീകരിച്ചുകൊണ്ട് പോകും. നിങ്ങളെ ഈ അകത്തൂടെ പോകുന്ന ചെറിയ കാറുകളുണ്ടല്ലോ, അതിനൊരു പേരുണ്ട്, പേര് ഞാൻ മറന്നുപോയി, അതിൽ കയറ്റിക്കൊണ്ടുപോയി അവരായിരിക്കും നിങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റി, അവിടെ കസ്റ്റംസിലും ഒക്കെ ക്ലിയറൻസ്. നിങ്ങളുടെ കണ്ണ് മാത്രം അവിടെ സ്കാൻ ചെയ്യും. നിങ്ങളുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള അവരവിടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയറൻസ് തരും. അങ്ങനെ നിങ്ങൾ എയർപോർട്ടിലെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് നിങ്ങളെ വാതിക്കൽ കൊണ്ടുവിടുമ്പോൾ നിങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നിങ്ങളുടെ ടാക്സി വന്ന് കിടക്കും. ആ ടാക്സിയിൽ നിങ്ങൾ കയറി അതിനുള്ളിൽ തന്നെ ലഘുഭക്ഷണവും ഡ്രിങ്ക്സും ഒക്കെ കാണും. അതിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ നേരെ നിങ്ങളുടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഉൾമാൻ ഹോട്ടലിലോ അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള വലിയ 5 സ്റ്റാർ ഡീലക്സ് ഹോട്ടലുകളിലോട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ഒന്നും എഴുതി കൊടുക്കുക പോലും വേണ്ട. അവിടെ പിന്നെ കൗണ്ടറിലിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ ഫോം ഫില്ലപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ, ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ദുബൈയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ലെവലിലുള്ള ഒരു സർവീസ് നിങ്ങൾക്ക് ഒരു രാജ്യത്തും കിട്ടത്തില്ല. അത്ര സർവീസ്. നിങ്ങളുടെ പൈസ ഉണ്ടോ, നിങ്ങൾ രാജാവിനെ പോലാണ് ദുബൈയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ദുബൈ ഇന്ന് നിങ്ങൾ ഈ ടെർമിനൽ 3 ചെന്നാൽ ഇവിടെ ആരെയും കാണില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ ബുർജ് ഖലീഫ എന്ന് പറയുന്ന പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിൽ അതിലെ 140-ാം നിലയിലെ റെസ്റ്റോറൻറ്റുകൾ, ആ റെസ്റ്റോറൻറ്റിലൊക്കെ ഏറ്റവും കുറഞ്ഞത് 3 ആഴ്ച മുമ്പേ റിസർവ് ചെയ്താലേ നിങ്ങൾക്ക് സീറ്റ് കിട്ടുള്ളൂ. ആ സ്ഥാനത്ത് ഇന്ന് അവിടേക്ക് നടന്നു കയറിച്ചല്ല, അവിടെ ഒന്നും ആരുമില്ല. ഒരു അതിഥി വന്നാൽ അവർ 2 കൈ നീട്ടി സ്വീകരിക്കും. ദുബൈയിൽ നിന്നിലേക്കുള്ള ഡെസ്റ്റിനേഷൻ ദുബൈ എന്നുള്ളത് മാറ്റിയിട്ട് ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ, ഡെസ്റ്റിനേഷൻ ഈസ്റ്റാൻബുൾ എന്നൊക്കെയുള്ള രീതിയിലേക്ക് പാശ്ചാത്യ പിന്നെ ടൂറിസ്റ്റുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾ, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകൾ പുതിയ കേന്ദ്രങ്ങൾ തേടി പോവുകയാണ്. ദുബൈയിലെ വലിയ നിക്ഷേപം നടത്തിയാണ് അവിടെയുള്ള ദ്വീപുകളൊക്കെ നികത്തി അല്ലെങ്കിൽ അതൊക്കെ രൂപാന്തരപ്പെടുത്തിയിട്ടാണ് ഈ ബുർജൽ അറബൊക്കെ പോലെ ഉള്ള വലിയ ഹോട്ടലുകളൊക്കെ പണിഞ്ഞിരിക്കുന്നത്. അവിടെ വരെ പിന്നെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പാം ജുമേറയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ദുബൈ ഇന്ന് പഴയ ദുബൈ അല്ല, UAE ഇന്ന് പഴയ UAE അല്ല. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മലയാളി അനുഭവിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഈ റെമിറ്റൻസിന്റെ വരവ് നിൽക്കുമ്പോൾ അറിയാം. ഈ 1-ാം നമ്പർ അവകാശവാദങ്ങളൊക്കെ വല്ലവന്റെയും പൈസ കണ്ടുകൊണ്ട്, അയലത്തുകാരന്റെ പൈസ കണ്ടുകൊണ്ടാണ് ഈ തുള്ളലെല്ലാം നടത്തിയത്. ഒരു സാധനം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? അരിയുണ്ടോ? അരി വേണമെങ്കിൽ ആന്ധ്രയും കർണാടകയും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ പിന്നെ വിഴിഞ്ഞം പോർട്ട്, ഇതെന്തിനാണ് അന്ന് വിഴിഞ്ഞത്തിനെതിരെ ഇവർ കടൽ കൊള്ളയാണെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയൊക്കെ ഒരുമിച്ചിട്ടാണ് വലിയ വിമർശനം നടത്തിയിരുന്നത്. അപ്പൊ ഇന്നിപ്പോ അവർ അതിന്റെ അതാണ് വികസന നേട്ടമായിട്ട്, LDFന്റെ വികസന നേട്ടമായിട്ട് മുമ്പോട്ട് വെക്കുന്നത്. തറക്കല്ലിട്ടാൽ മാത്രം പോരാ, കപ്പൽ വരണം എന്നൊക്കെയാണ് പ്രചരണമായിട്ട് നടത്തുന്നത്. അപ്പൊ കപ്പൽ കൊണ്ടുവന്നത് ഞങ്ങളാണ്, പക്ഷേ ഈ പദ്ധതിക്കെതിരെ ഏറ്റവും ആദ്യം എതിർപ്പുന്നയിച്ചതും നമ്മളാണ് എന്നിപ്പം മറന്നു പോവുകയാണ്. അല്ല, അതിനുള്ളൊരു മറുചോദ്യം, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കരുണാകരൻ നിർമ്മിച്ചപ്പോൾ അന്ന് അതിനെതിരെ ഭീകരമായ സമരം നയിച്ചത് എന്തിനാണ്? അത് സ്വകാര്യ മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് സമരം നയിച്ചത് എന്തിനാണ്? ഇവിടെ ഏത് പിന്നെ പ്രോജക്റ്റ് വന്നാലും അവിടുത്തെ ബൂർഷാകൾക്കെതിരെ സമരം നയിച്ചത് എന്തിനാണ്? ഇവിടുത്തെ കൊച്ചി പോർട്ട് എന്തിനാണ് നശിപ്പിച്ചത്? ആ കേരളത്തിലെ വ്യവസായങ്ങൾ, കെൽട്രോൺ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് സമരം നടത്തി നശിപ്പിച്ചത്? അപ്പൊ സാർ ഇതൊക്കെ അറിയണമെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കണം.
ഈ തലതിരിഞ്ഞ വകതിരിവില്ലാത്ത വിവരക്കേട് കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അല്ല, അതൊക്കെ കേരളത്തിലെ ജനത എന്തുകൊണ്ട് ഇതൊക്കെ വിശ്വസിച്ചു? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ ജനതയോടാണ്. ചോദിച്ചു. കേരളത്തിൽ എന്നോ വരേണ്ടിയിരുന്ന പല വികസന പ്രവർത്തനങ്ങളും അതിനെ ഇരുട്ടിലേക്ക് കൊണ്ടെത്തിച്ചത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം LDF തന്നെയാണല്ലോ. ഈ ഇരുട്ടെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കൂടംകുളത്ത് പിന്നെ ആണവ നിലയം വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്യാൻ ഇവിടുന്ന് VS അച്യുതാനന്ദൻ ടാക്സി പിടിച്ചു പോയി. VS അച്യുതാനന്ദൻ ഇന്ന് നിങ്ങൾ പലരും പിണറായിയെ ചീത്ത വിളിക്കുന്നത്, യഥാർത്ഥത്തിൽ പിണറായി അച്യുതാനന്ദനെ അപേക്ഷിച്ച് ഈ വികസന വിരുദ്ധനല്ല. അതുകൂടെ ഞാൻ പറയാം. ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പോപ്പുലർ ആവില്ല. പഴയ കാലത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ അച്യുതാനന്ദനെ ഒരുപാട് നേരിട്ട് അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ എന്ന് പറയുന്ന സമരങ്ങൾ ഞാൻ കണ്ടത്, അതിന്റെ അർത്ഥശൂന്യത ഞാൻ കണ്ടത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ നെഗറ്റിവിറ്റീസും ആശയപരമായ നെഗറ്റിവിറ്റീസ് ഉൾക്കൊള്ളുന്ന ആളായിരുന്നു അച്യുതാനന്ദൻ. പിണറായി അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസമായിട്ട് പുള്ളിക്ക് ബന്ധമൊന്നുമില്ല. അതിന്റെ ഗുണം പുള്ളിക്കുണ്ട്. പുള്ളി പിന്നെ ഇതൊക്കെ ഈ അഴിമതിക്കാരുടെ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വികസന വിരോധി അല്ല. അതുകൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യമാണത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും പിണറായി ആയതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഴിഞ്ഞം എതിർക്കാതിരുന്നവിടെ ഞാൻ പറയും. അപ്പം ആ അർത്ഥത്തിൽ ഞാൻ പുള്ളിക്ക് കുറച്ച് മാർക്ക് കൊടുക്കുന്നുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും പുള്ളി പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ, ആ പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടുകളൊക്കെ ഇതുപോലെ പരസ്പര വിരുദ്ധമാണ്. ഇപ്പം വെളിച്ചത്തിന്റെ ഇരുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ പറഞ്ഞു, ഇപ്പം കേരളത്തിലെ ദൈനംദിനം 200 മെഗാവാട്ട് എന്ന് പറയുന്ന കൂടംകുളത്തിന്റെ വൈദ്യുതിയാണ്. കൂടംകുളത്തിന്റെ വൈദ്യുതി ഉള്ളതുകൊണ്ടാണ് കേരളം യഥാർത്ഥത്തിൽ പവർ കട്ട് ഇല്ലാത്തത്. അല്ലാതെ പിണറായി വിജയൻ പിന്നെ സബ്സ്റ്റേഷൻ പണിഞ്ഞുകൊണ്ടല്ല. ജനറേഷൻ ഇല്ല. ഇലക്ട്രിസിറ്റി ജനറേഷൻ എവിടെ നിന്നാണ് വരുന്നത്? കേന്ദ്ര പൂളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ആ പിന്നെ പവർ എക്സ്ചേഞ്ചിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ആ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പം ഈ എന്തുകൊണ്ട് മോദിയെയും പിന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ ചേർത്ത് ആക്ഷേപണം ഉന്നയിച്ചു എന്ന് വെച്ചാൽ അത് CPM-ന്റെ ഒരു പിന്നെ ഒരു തന്ത്രമാണ്. CPM പണ്ടേ എങ്ങനെയാണ്, 10 പൈസ ഉള്ളവരെ ബൂർഷാസി എന്ന് പറയും, അവർക്കെതിരെ പിന്നെ ബഹളം വെക്കും, അവരൊക്കെ ഗൾഫിൽ പോകും. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇതേ ബൂർഷാസി എന്ന് ആക്ഷേപിച്ച ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നാണം കെട്ട് അവരുടെ കയ്യിൽ നിന്ന് പിരിവ് വാങ്ങിക്കാനായിട്ട് അവിടെ പോകും. കൊല്ലം എന്ന് പറയുന്ന നഗരത്തിൽ കേരളത്തിന്റെ നല്ല ലോകത്തിന്റെ കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രമായി. ആ കൊല്ലത്തെ വ്യവസായികൾ മുഴുവൻ കൊല്ലത്തുനിന്ന് അവരുടെ വ്യവസായം മാറ്റി. പലരും തമിഴ്നാട്ടിൽ കൊണ്ടുപോയി. അവർ പിന്നെ ആഫ്രിക്ക വ്യവസായം തുടങ്ങി. അമേരിക്കയിൽ വരെയായിട്ട് അവർ ഡിപ്ലോയ് ചെയ്തു അവരുടെ ഫണ്ടുകൾ. ആലപ്പുഴ കയറിന്റെ കേന്ദ്രമായി. കയർ വ്യവസായം നല്ല രീതിയിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടു. ഇന്ത്യക്ക് പുറത്തിപ്പം ഈ വ്യവസായങ്ങളെല്ലാം തഴച്ചു വളരുകയാണ്. വിയറ്റ്നാമിൽ കശുവണ്ടി. കൂടുതൽ പറയുന്നില്ല, നമ്മുടെ പിന്നെ സമയപരിമിതി പോലെ ഞാനിതിവിടെ നിർത്തുകയാണ്. അന്ന് വിഴിഞ്ഞം പോർട്ടിനെ അധിക്ഷേപിച്ചവര്, വിഴിഞ്ഞം പോർട്ടിനെ അട്ടിമറിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചവര്, അവര് ഇന്ന് വിഴിഞ്ഞം പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ കേരള ജനത വിഷമിറക്കിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. വിഴിഞ്ഞം എന്നത് അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ കമ്മ്യൂണിസ്റ്റ് CPM-നെ കൊണ്ട് തന്നെ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്ന് വരെ സംസാരിക്കുന്നു. എന്തായാലും ഒരുപാട് ജനങ്ങൾക്കും ഓർമ്മശക്തി കുറവായതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ഇന്ന് ആരും ഓർക്കുന്നുണ്ടാവില്ല. പലരും പിണറായി പറയുന്ന ഗീബൽസ്യൻ തന്ത്രത്തിന് മുന്നിൽ, അതായത് 1000 വട്ടം കള്ളം പറയുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ. എന്തായാലും ഇത്തരം കേരളത്തിന്റെ സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസ മേഖലയൊക്കെ കുറിച്ച് കേരളത്തിലെ യുവാക്കൾ പഴയകാല ചരിത്രം പഠിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ 100 കൊല്ലം മുമ്പൊന്നും വരെയുള്ള ചരിത്രം പഠിക്കേണ്ട, ഒരു 25 കൊല്ലം മുമ്പുള്ള ചരിത്രം പഠിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിന്റെ വ്യവസായ മേഖലയെ മൊത്തത്തിൽ നമുക്കൊന്ന് റീഅസസ് ചെയ്യാം. ആരാണ് അത് തകർത്തത്? അത് റിവൈവ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? കേരളത്തിലെ യുവാക്കൾക്ക് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്നവർ അതൊക്കെ ഒന്ന് അറിയട്ടെ. അവർ നാളെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.